ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കിന്നൊരു പെരി പെരി മന്തി ഉണ്ടാക്കിയാലോ. ഒരു ജാറെടുത്ത് അതിലേക്ക് കുതിർത്തി വെച്ചേക്കുന്ന വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാനൊരു 8 വറ്റൽമുളകാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനിയൊരു 10-12 വെളുത്തുള്ളി രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി മല്ലിയില ഇട്ടിട്ടുണ്ട്. കുറച്ച് നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കാം. നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം കൂടെ ഇട്ട് അടിക്കുക. ഞാൻ ഇതിന് ശേഷമാണ് ക്യാപ്സിക്കം ഇട്ടത്, അതിപ്പോൾ കാണിക്കാൻ മറന്നുപോയി. ഇപ്പോൾ എല്ലാവരും ക്യാപ്സിക്കം കൂടെ ഇട്ടേക്കുക. മിക്സിയിൽ അരച്ചെടുക്കുക. ഇതുപോലെ അരഞ്ഞു വന്നതിന് ശേഷം നമുക്കതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് വീണ്ടും അടിച്ചെടുക്കുക. ഇപ്പോൾ കഴുകി വൃത്തിയായിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്കത് പുരട്ടി കൊടുക്കാം. അതിൽ നിന്ന് പകുതി മാത്രം നമ്മൾ പുരട്ടി കൊടുത്താൽ മതി, ബാക്കി നമുക്ക് മാറ്റി വെച്ചേക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് എല്ലായിടത്തും പറ്റുന്ന രീതിക്ക് ഇളക്കി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2 പാത്രത്തിലായിട്ടാണ് വേവിക്കുന്നത്. ചിക്കനും അതുപോലെ തന്നെയാണ്, 2 ഇതിലാണ് അരപ്പെല്ലാം പുരട്ടി വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മാഗി ക്യൂബും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനിയൊരു പാത്രം വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ പീസ് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ചിക്കൻ പീസ് ഒരുവിധം വെന്തതിന് ശേഷം നമുക്ക് ഒരു പാനിലിട്ട് കുറച്ചും കൂടെ ഫ്രൈ ആക്കി എടുക്കാം. നമുക്കിനി ഈ ബാക്കി വന്ന എണ്ണയിലേക്ക് കുറച്ച് ക്യാപ്സിക്കവും ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ബാക്കി വന്ന അരപ്പ് ഇതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാൻ ഈ അരപ്പിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. മന്തി മസാല ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. ചിക്കൻ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കും. ഇനി നമുക്ക് അരിയുടെ കാര്യങ്ങൾ നോക്കാം. ഇപ്പം അരി ഇട്ടതിന് ശേഷം നന്നായിട്ട് വെള്ളം തിളയ്ക്കുന്നുണ്ട്. അതിനകത്ത് ഞാൻ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അരി ഊറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് നമ്മുടെ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് നിരത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം. നമുക്ക് കളർ വേണമെങ്കിൽ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് ഒഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ കളറൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി കുറച്ച് നേരം കൂടെ അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇറക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ മന്തി റെഡിയാണ്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് മന്തി വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.